മകരവിളക്കിൽ ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 12 മുതൽ 16 വരെ ഈ നിയന്ത്രണങ്ങൾ കർശനമാക്കും. 12-ന് വെർച്വൽ ക്യൂ 60,000 പേർക്കും 13-ന് 50,000 പേർക്കും മകരവിളക്ക് ദിനമായ 14-ന് 40,000 പേർക്കുമാണ് അനുവദനീയമായത്. 15-16 തീയതികളിലെ നിയന്ത്രണങ്ങൾക്കായുള്ള തീരുമാനങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. മകരവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളത്തിൽ നിന്ന് ആരംഭിക്കും. 14-ന് പുലർച്ചെ നിലയ്ക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷം വൈകുന്നേരം 6:30-ന് സന്നിധാനത്തും 6:45-ന് തിരുവാഭരണം ചാർത്തി ദീപാരാധനയും നടക്കും. ഭക്തർക്ക് ഈ സമയം പൊന്നമ്പലമേട്ടിൽ നിന്ന് മകരവിളക്ക് ദർശനം നടത്താനാകും. മകരവിളക്ക് ദിവസങ്ങളിൽ പാണ്ടിത്താവളത്തിൽ ഭക്തർക്ക് ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും 5,000 പേർക്കായി ഭക്ഷണം വിതരണം നടത്തുന്നതിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. 13-14 തീയതികളിൽ ആകെ 25,000 പേർക്കാണ് അന്നദാനം സൗകര്യം ലഭ്യമാകുന്നത്. മകരവിളക്ക് ദർശനത്തിനായി പമ്പ, നിലയ്ക്കൽ, ശബരിമല എന്നിവിടങ്ങളിൽ തീർത്ഥാടകരുടെ സൗകര്യത്തിനായി തിരുവനന്തപുരത്തും മറ്റു മേഖലകളിലും KSRTC ഡിപ്പോകളിൽ നിന്നായി 800 ബസ്സുകൾ സർവീസിനായി വിന്യസിച്ചിരിക്കുകയാണ്. ഇതിൽ 450 ബസ്സുകൾ പമ്പ, നിലയ്ക്കൽ ചെയിൻ സർവീസിനും 380 ബസ്സുകൾ ദീർഘദൂര യാത്രയ്ക്കായും വിന്യസിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എരുമേലി സ്റ്റേഷനുകളിൽ എത്തിക്കുന്ന ബസ്സുകൾ പിന്നീട് പമ്പയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. മകരവിളക്ക് ഉത്സവത്തിനായുള്ള പ്രത്യേക ക്രമീകരണങ്ങളുടെ ഭാഗമായി ജനുവരി 20-ന് വരെ ഭക്തജനങ്ങളുടെ തിരക്ക് പരിഗണിച്ച് ചെയിൻ സർവീസുകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഇതുവരെ പൂർത്തിയായ ക്രമീകരണങ്ങൾ ഭക്തജനങ്ങളുടെ യാത്രയും ദർശനവും കൂടുതൽ സൗകര്യപ്രദമാക്കുമെന്നും ഉറപ്പാണ്. മകരവിളക്ക് ദിവസങ്ങളിൽ ഭക്തർ ദർശനത്തിനെത്തുമ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളും ഒരുക്കങ്ങളും നടപ്പിലാക്കുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. സാഗ്, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.